ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് നായർ ഐക്യവേദി ആവശ്യപ്പെട്ടു. സംഘടിത വോട്ട് ബാങ്കിന് കീഴടങ്ങുകയും മറ്റുള്ളവരെ അവഗണിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 4 വർഷം പൂർത്തിയായിട്ടും ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കേരളത്തിലെ മുന്നോക്ക വിഭാഗങ്ങളിലെ ഏറെ ദുരിതമനുഭവിക്കുന്നവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനായാണ് MR ഹരിഹരൻ നായർ കമ്മീഷനെ നിയമിച്ചത്. സംഘടിത വോട്ട് ബാങ്കിന് കീഴടങ്ങുകയും മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിനെതിരെ കേരളത്തിലെ നായർ ഉൾപ്പെടെയുള്ള മുന്നോക്ക വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമരത്തിന് നായർ ഐക്യവേദി നിർബന്ധിതരായിരിക്കുകയാണെന്ന് ഭാരവാഹികളായ ചെയർമാൻ പെരുമുറ്റൻ രാധാകൃഷ്ണൻ, ട്രഷറർ വി ചന്ദ്രശേഖരൻ നായർ, ശ്യാംനാഥ് ജി, താരാനാഥ് എന്നിവർ പറഞ്ഞു. അതിൻ്റെ കാലാവധിയൊക്കെ പൂർത്തിയാക്കി പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ കാലഘട്ടത്തിൽ അപ്പോയിന്റ് ചെയ്തൊരു കമ്മീഷനാണ് ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ. അത് ആ കമ്മീഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മുന്നോക്കം എന്ന് പറയുന്ന ഒരു വിഭാഗം, അതുകൊണ്ട് സർക്കാരിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് 186 സമുദായങ്ങൾ അതിനകത്ത് വരും. നായർ, നമ്പൂതിരി, ക്ഷത്രിയ, അതുപോലെ മുന്നോക്ക ക്രിസ്ത്യൻ, RC, യാക്കോബായ, മാർത്തോമ എന്നൊക്കെ അതിനകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ള ഈ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും അതിൽ പാവപ്പെട്ട ആൾക്കാർ, വിഭാഗം എന്ന് പറയുമ്പോൾ അതിൽ വളരെ കഷ്ടപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ജനിച്ചത് അങ്ങനെയുള്ള അമ്മമാരുടെ വയറ്റിലായി പോയതുകൊണ്ട് കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി. അങ്ങനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു. 2022 മാർച്ച് 8 ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടും കൊടുത്തു. പക്ഷേ നാളെ ഇന്നുവരെ ആയിട്ട് ആ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനോ അത് നടപ്പാക്കാനോ വായിച്ചു നോക്കാനോ സർക്കാർ തയ്യാറായി. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. പല പ്രാവശ്യം നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി മാർച്ച് 7 കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്രനടയിൽ നിന്നും നായർ ഐക്യവേദി അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കും. മാർച്ച് 13 തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. മുന്നോക്കമെന്ന ലേബലിൽ നായർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ എല്ലാ ആനുകൂല്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന സർക്കാരിന്റെ അനീതിക്കെതിരെ കൂടുതൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.